ഈ ഇപ്പോൾ നമ്മൾ ആയുസ് വർദ്ധിപ്പിക്കുന്ന 30ഓളം കാര്യങ്ങളാണ് പറയുന്നത്. സൽക്കർമ്മങ്ങൾ. ഒന്നാമത്തെ എഹ്തസിബിൽ അജ്റ, നീ എന്ത് ചെയ്യുക? കൂലി ആഗ്രഹിക്കണം. മിനല്ലാഹി, അള്ളാഹുവിൽ നിന്ന്. ഫീകുല്ലി അമലിൻ തഅമലു, നീ ചെയ്യുന്ന മുഴുവൻ പ്രവൃത്തികളിലും നീ എന്ത് ചെയ്യുക? കൂലിയെ പ്രതീക്ഷിക്കുക. എഹ്തസിബിൽ അജ്റ ഫീ നൗമിക, നിൻ്റെ ഉറക്കത്തിലും, വ അക്കിലിക്ക, നിൻ്റെ തീറ്റയിലും, വ ഷുർബിക, കുടിയിലും, വ അമലിക്ക, നിൻ്റെ പ്രവർത്തനങ്ങളിലും നീ കൂലി ആഗ്രഹിക്കണം. എന്നാൽ തൂജർ അലി ഇൻഷാ അള്ളാഹു താല, അള്ളാഹു ഉദ്ദേശിച്ചാൽ അതിന് കൂലി കിട്ടും. അന്നഫഖത്തു അലൽ അഹ്ലി, കുടുംബത്തിന് ചെലവഴിക്കൽ. വൽ ഔലാദി, സന്താനങ്ങൾക്ക് ചെലവഴിക്കൽ. യഹ്തസിബുഹാ ലഹു ഫിഹാ, അതിൽ എന്ത് ചെയ്യും? കൂലി കിട്ടും. യഖൂലു സല്ലല്ലാഹു അലൈഹി, നബി തങ്ങൾ പറഞ്ഞല്ലോ, സഅദ് ബിൻ അബി വഖാസിനോട് പറഞ്ഞു, ഇന്നക ലൻ തുൻഫിക നഫഖതൻ, നീ ഒരു ചെലവഴിക്കുന്നില്ല. തബ്തഗി ബിഹാ വജ്ഹല്ലാഹി, അള്ളാഹുവിൻ്റെ വജ്ഹ്, തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ചെലവഴിക്കുന്ന ഒരു ചെലവഴിക്കലും നീ ചെലവഴിക്കുന്നില്ല. ഇല്ല ഉജിർത്ത അലൈഹ, നിനക്കതിൻ്റെ മേൽ കൂലി നൽകപ്പെട്ടിട്ടല്ലാതെ. ഏതുവരെ? ഹത്ത മാ തളഅഹു ഫീ ഇംറഅതിക, നിൻ്റെ ഭാര്യയുടെ വായയിൽ നീ വെച്ചു കൊടുക്കുന്ന ഒന്നിന് വരെ നിനക്ക് കൂലി കിട്ടും. ഒരു പിടി ഭക്ഷണം വായിൽ വെച്ചു കൊടുത്താലും കൂലി കിട്ടും. അപ്പം അതാ പറഞ്ഞത്. നീ അപ്പം എന്ത് ചെയ്യണം? നീ എല്ലാ പ്രവൃത്തിയിലും കൂലി ആഗ്രഹിക്കണം. ഹത്താ ഫിഫ്ഷായി വർദ്ദിസലാമി വറദ്ദിസല, ഇഫ്ഷായിലും വറദ്ദിസലാമി, സലാം അടക്കുന്നതിലും സലാം വ്യാപിപ്പിക്കുന്നതിലും വരെ. വഹത്താ ഫി തശ്മീത്തിൽ ആത്തിഷി, തുമ്മിയവന് ഹംദ് പറയുന്ന, ആത്തിഷിന് തശ്മീത്ത് പറയുന്നതിലും. തുമ്മിയവന് അൽഹംദുലില്ലാ പറഞ്ഞാൽ എന്ത് ചെയ്യുക? റഹമുക്കല്ലാ എന്ന് പറയുന്നതിൽ വരെ. വഹത്താ ഫി ലയ്യിനിൽ ജാനിബി, എന്ത് ചെയ്യുക? ലയ്യിനാക്ക്, ജാനിബിനെ ഭാഗത്തെ നേർമയാക്കുന്നതിൽ വരെ. വഹത്താ ഫിൽ അഫ്വി അമ്മൻ ലലമൗ, ആക്രമിച്ചവനിക്ക് എന്ത് ചെയ്യുക? മാപ്പ് ചെയ്യുന്നതിലും. വഹത്താ ഫിൽ ഇഹ്സാൻ ലിമൻ അസാ ഇലൈഹി, തെറ്റ് അവനിലേക്ക് മോശം ചെയ്തവനോട് നന്മ ചെയ്യുന്നതിലും. കുല്ലു ഹാദിൽ ഉമൂരി, ഈ പ്രവൃത്തി മുഴുവനും യഫ്അലുഹൽ മുസ്ലിമു, മുസ്ലിം ഇതിനെ പ്രവർത്തിക്കുന്നത് ത്വാഅത്തൻ ലില്ലാഹ്, അള്ളാഹുവിനുള്ള ആരാധനയായിട്ടാണ്. വനിയത്തൻ സാലിഹത്തൻ, സാലിഹ നിയത്തായിട്ട്. യബ്തഗി ബിഹാ വജ്ഹ അല്ലാഹ്, അവനതുകൊണ്ട് തേടുന്നു അള്ളാഹിൻ്റെ വജ്ഹിനെ. ലാ യാമുൽ അഷ്യാ മുജറദ ആദത്തിൻ, അവനൊരു കാര്യം ചെയ്യുന്നില്ല പതിവായിട്ട് ചെയ്യുന്നതല്ല, അതല്ല ഒരു പതിവ് പോലെ അങ്ങനെ ചെയ്തു പോകുകയല്ല. വലാ മുജാമലത്തൻ ഹത്താ ഇൻദമാ യഅ്തിൽ മുസ്ലിം അഹ്ലഹു ലഹു അജ്റുൻ. കണ്ട, ഹത്താ ഇന്ദ മാ യഅ്തി മുസ്ലിം അഹ്ലഹു ലഹു എന്നും, മുസ്ലിം അവൻ്റെ വീട്ടുകാരുടെ അടുത്ത് ചെല്ലുന്നത് വരെ അവനക്ക് കൂലിയുണ്ട്. ഖാല സല്ലല്ലാഹു, നബി പറഞ്ഞല്ലോ, ഫീ ബുളി അഹദിക്കും സദഖ, നിങ്ങളിൽ ഒരാളുടെ ബുളിയിലും സദഖയുണ്ട്. ഐ ഫർജിഹി, അവൻ്റെ ഗുഹ്യസ്ഥാനത്തിലും സദഖയുണ്ട്. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ് അയത്തീന അഹദുനാ ശഹബത്തു വയകൂൻ ലഹു ഫി അജ്റുൻ, ഞങ്ങളൊരാൾ അവൻ്റെ ആഗ്രഹവുമായിട്ടല്ലേ ചെല്ലുന്നത്, അതിനും കൂലി കിട്ടുമോ? യഖൂലൂന, അവർ പറയാറുണ്ട്, യാ റസൂലല്ലാഹ് ജിമാഉർ റജുലി ഇംറഅതഹു ലദത്തൻ വ മുത്അത്തല്ലേ, അവൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടൽ അവനത് സുഖമാണല്ലോ. അയക്കൂൻ ലഹു അജ്ർ, അതിന് കൂലി ഉണ്ടാവോ? വഹുവ ഖസ്ദുൽ മുത്അത്തി വത്തൽ, അവൻ ഉദ്ദേശിച്ചത് സുഖാസ്വാദനം ഉദ്ദേശിച്ചതല്ലേ. ഖാല, നബി പറഞ്ഞു, അറഅയ്തും ലൗ വളഅഹ ഫിൽ ഹറാമി കാന അലൈഹി ബിസ്റുൻ, നിങ്ങളതിനെ ഹറാമിൽ വെച്ചാൽ നിങ്ങൾക്ക് കുറ്റം കിട്ടുമോ? അപ്പോൾ കദാലിക, അപ്രകാരം, ഇദാ വളഅ ഫിൽ ഹലാൽ, അതിന് അനുവദനീയമായതിൽ അതിനെ നിങ്ങൾ ഉപയോഗിച്ചാൽ കാന ലഹു അജ്റുൻ, അവനതിന് കൂലി ഉണ്ടാകും. കണ്ട. അപ്പോൾ ഖാല ബഅദു സലഫ് പറഞ്ഞു, മുൻഗാമികൾ ചിലർ, പണ്ഡിതൻ പറഞ്ഞു, ഇന്ന നൗമൽ മുഅ്മിനി, ഒരു മനുഷ്യൻ്റെ ഉറക്കവും വാക്കലവൻ്റെ തീറ്റയും, വശുർബവൻ്റെ കുടിയും, കുല്ലു ദാലിക അമാലൻ സാലിഹത്തൻ, അതെല്ലാം സൽക്കർമ്മങ്ങളാണ്. തജ്രി അലൈഹി ഇദാ അറാദ ബിഹാ തഖ്വ അല ത്വാഅത്തി, അവൻ്റെ മേൽ നടക്കുന്ന സൽക്കർമ്മങ്ങളാകും എപ്പോഴാണെന്നറിയുമോ? അതുകൊണ്ട് അവൻ അള്ളാഹുവിന് വഴിപ്പെടാനുള്ള ശക്തി അവനതുകൊണ്ട് ഉദ്ദേശിച്ചാൽ. അപ്പോൾ ഇബാദത്ത് ചെയ്യാനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെ
കുടിക്കുന്നത്, ഉറങ്ങുന്നത് എന്നൊക്കെ ഉദ്ദേശിച്ചാൽ അവനക്കത് അവൻ്റെ സൽക്കർമ്മങ്ങളായിട്ട് മാറും. ഇനി 2 സിൽ റഹിമക്ക. അപ്പോൾ നമ്മ ആദ്യം പറഞ്ഞു ആയുസ് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ത് ചെയ്യുക, നീ എന്ത് ചെയ്യണം, നീ നല്ലത് കരുതണം. നീയത്ത് നീ കൂലി ഉദ്ദേശിക്കണം. നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നീ കൂലി ആഗ്രഹിക്കണം അള്ളാഹുവിൽ നിന്ന്. നീ രണ്ടാമത്തെ എന്താണെന്നറിയോ, സിൽ റഹിമക്ക, നിൻ്റെ കുടുംബബന്ധത്തെ ചേർക്കണം. മിനൽ അമാലില്ലത്തി, നീ പറയണം മിനൽ അമാലില്ലത്തി അത്തീലു ഫില്ലുംരി, ആയുസിൽ നീട്ടിത്തരുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ്. തസീദ് ഫിൽ ഹസനാത്തി, നന്മ വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് സിലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കൽ. ഫൻ അബ്ദുല്ലാഹിൻ മസൂദിനെ തൊട്ടു പറഞ്ഞു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഖാല, നബി പറഞ്ഞു, സിലത്തുർ റഹിമി, കുടുംബബന്ധം ചേർക്കൽ, തസീദ് ഫിൽ ഉംരി, കണ്ട ആയുസിൽ വർദ്ധിപ്പിക്കുന്നത്. സഹീഹാണ്, സഹീഹുൽ ജാമി. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, മൻ സർറഹു വ യുബ്സത ഫി ലഹു ഫി റിസ്ഖിഹി വ യുൻസ ലഹു ഫി അസരിഹി ഫൽയസിൽ റഹിമഹു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ തുടക്കത്തിൽ, ആരെങ്കിലും സന്തോഷിപ്പിച്ചാൽ ആ യുബ്സത ലഹു ഫി റിസ്ഖി, അവൻ്റെ ഭക്ഷണത്തിൽ വിശാല നൽകപ്പെടാൻ സന്തോഷിച്ചാൽ, വ യുൻസ ലഹു ഫി അസരി, അവൻ്റെ ആയുസിൽ അവനക്ക് നീട്ടിക്കൊടുക്കലിനെ അവൻ ആഗ്രഹിച്ചാൽ ഫൽ യസിൽ റഹിമഹു, കുടുംബം ചേർക്കട്ടെ. റവാഹുൽ ബുഖാരി അൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ബുഖാരി അതിന് റിവായത്തിട്ടുണ്ട്, അബൂ ഹുറൈറയെ തൊട്ട് ബുഖാരി ഇമാം റിവായത്ത് ചെയ്തു റളിയല്ലാഹു അൻഹു. സിലത്തുർ റഹ്മല്ലത്തി മൻ വസലഹ വസലഹു, സിലത്തുർ റഹ്മാകുന്നത് അല്ലത്തി മൻ വസലഹ വസലഹു വമൻ ഖതഹ ഖതഅഹുല്ലാഹ്. ആരെങ്കിലും കുടുംബബന്ധം ചേർത്താൽ അള്ളാഹു അതിനെ ചേർക്കും. അതിനാലും മുറിച്ചാൽ കുടുംബബന്ധം മുറിച്ചാൽ അള്ളാഹു അവനെ മുറിക്കുന്നു. ഇഹ്ദർ അഖിൽ ഹബീബോ, സഹോദര നീ സൂക്ഷിക്കുക, മിൻ ഖതിയത്തിർ റഹ്മി, കുടുംബബന്ധം ചേർക്കുന്നതിൽ നിന്ന്, കുടുംബബന്ധത്തെ മുറിക്കുന്നതിൽ നിന്ന് നീ സൂക്ഷിക്കണം. ഫഇന്നഹ സബബുൻ ലിലാനത്തില്ലാഹി വഇഖാബിഹി, കണ്ടാ, അത് അള്ളാഹുവിൻ്റെ ശാപത്തിനും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കുള്ള കാരണമാണ്. യഖൂലുല്ലാഹു, അള്ളാഹു പറഞ്ഞല്ലോ, ഫഹൽ അസൈതും അൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി വതഖത്തഉ അർഹാമകും ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസമഹും വഅമാ അബ്സാറഹും. കണ്ടാ, അപ്പോൾ നിങ്ങൾ കുടുംബബന്ധം മുറിച്ചാൽ അവരെ അള്ളാഹ് ലഅനത്ത് ചെയ്തെന്ന് പറഞ്ഞു. ഫൽ അസൈതും ഇൻ തവല്ലൈതും അൻ തുഫ്സിദു ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാൻ, കുടുംബബന്ധം മുറിക്കാനൊക്കെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്നു, ഉലായിക്കല്ലതിൻ്റെ ആലഹമുല്ല, അള്ളാഹ് അവരെ ലാനത്ത് ചെയ്ത ആൾക്കാർ, അള്ളാഹ് ശപിച്ചു എന്ന് പറഞ്ഞു, ശപിച്ച ആളുകളാണ്. വയക്കുളുത്ത് അള്ളാഹ് പറഞ്ഞു, വല്ലദീന യൻഖുലൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി വയഖ്തഊന മാ അമറല്ലാഹു ബിഹി യുസ്ലഫ്സിദുന ഫിൽ അർളി ഉലായിക ലഹുമുൽ ലാനത്തു വലഹുമുസ് സൂദ്. കണ്ട, അള്ളാഹ് മുറിക്കാൻ പറഞ്ഞത് ചേർക്കുകയും ചേർക്കാൻ പറഞ്ഞത് മുറിച്ചു കളയുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകുമെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ ലാനത്തുണ്ടാകും. അൻ അബീബക്കറത്ത അൻ നബി, അബൂബക്കറെ തൊട്ട്, നബി തങ്ങളെ തൊട്ട് അദ്ദേഹം പറയുന്നു, ഖാല, നബി പറഞ്ഞു, മാമിൻ ദംബിൻ അഹ്റാ അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി അൽ ഉഖൂബത ഫി ദുനിയാ, മാമിൻ ഒരു ദോഷവുമില്ല, അഹ്റ ഏറ്റവും ബന്ധപ്പെട്ടത്, അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബി, അള്ളാഹു അത് ചെയ്തവൻ അള്ളാഹ് പെട്ടെന്നാക്കും. അങ്ങനെ ബന്ധപ്പെട്ട ഒരു ദോഷവുമില്ല, അവനക്ക് ഉഖൂബത്തിനെ പെട്ടെന്നാക്കും ദുനിയാവിൽ. അപ്പോൾ ദുനിയാവിലുള്ള ശിക്ഷയെ അള്ളാഹ് അത് ചെയ്തവനക്ക് പെട്ടെന്ന് ബന്ധിപ്പിക്കുന്ന ഒരു ദോഷവുമില്ല. മാമാ യുദ്ദഖ്റു ലഹു ഫിൽ ആഖിറത്തി, ആഖിറത്തിൽ അതിനെ സൂക്ഷിച്ചു വെക്കലോടുകൂടി തന്നെ, മിനൽ ബഗി, അക്രമത്തിൽ നിന്ന്, വഖതിയത്തിർ റഹ്മി, അപ്പോൾ അക്രമം, ബഗിയ അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കുക. അപ്പോൾ അതിൽപ്പെട്ട കുടുംബബന്ധം മുറിക്കൽ, ബഗിയ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യഭിചാരമാകാം, അല്ലെങ്കിൽ അക്രമമാകാം. അപ്പോൾ അപ്പോൾ അതാണ് പറഞ്ഞത്, അള്ളാഹ് എന്ത് ചെയ്യും, കുടുംബബന്ധം മുറിച്ചാൽ ദുനിയാവിൽ അതിന് ശിക്ഷ പെട്ടെന്ന് തരും. അതുപോലെ തന്നെ എന്ത് തരും, ആഖിറത്തിൽ അതിന് ശിക്ഷ വേറെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും. സുനനു തുർമുദിയാണ്, കിതാബ് സിഫത്തുൽ ഖിയാം, അല്ലേ, ഖിയാമത്തിൻ്റെ സിഫത്തിൻ്റെ കിതാബിൽ പറഞ്ഞു 2511 ഹദീസായിട്ട്. പിന്നെ ഹദീസ് അബീ ബക്കർ റളിയല്ലാഹു അൻഹു വഹു ഫീ സിൽസിലത്തി സഹിഹായ സിൽസിലപ്പെട്ടതാണ്.
ഇനി അബ്ദുല്ലാഹിബ്നു മസൂദ് കാന ജാലിസൻ, അബ്ദുല്ലാഹി മസൂദായിരുന്നത് ഇരിക്കുകയായിരുന്നു. ബാദ സുബൈക്ക് ശേഷം ഫി ഹൽക്കത്തിന് ഒരു ഹൽക്കലിരിക്കുകയായിരുന്നു. ഫഖാല, അപ്പം നബി പറഞ്ഞു, അൻഷദുല്ല, ഞാൻ അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നു പറയുന്നു, ഖാത്തി റഹ്മിൻ മാ ഖാനന്ന ഫൈനാ നുരീദു അന്നദ് റബ്ബന, ഞാൻ അള്ളാഹുവിനെ പറ്റി സത്യം ചെയ്യാണ്. ഖാത്തി റഹിമാകുന്നത് ഖാമ അന്നാണ്, നമ്മെ തൊട്ട് എഴുന്നേൽക്കണം. ഫൈനാ നുരീദു, നാം ഉദ്ദേശിക്കുന്ന നദുവ റബ്ബന, നാം റബ്ബിനോട് ദുആ ചെയ്യാൻ ഉദ്ദേശിക്കണം. അതുകൊണ്ട് ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ അവിടെ എന്താണ് ലമാ ഖാമ എന്നാണ്, നമ്മെ തൊട്ട് അവൻ എഴുന്നേൽക്കട്ടെ എന്നായിരിക്കാം. അപ്പോൾ അർത്ഥം അത് ആശയം അത് തന്നെയാണ്. ഫൈനാനു, കാരണം നാം ഉദ്ദേശിക്കുന്ന നദുവ റബ്ബന, നമ്മുടെ റബ്ബിനോട് ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം വൈന അബ്വാബസ്സമായി മുർത്തജത്തൻ ദൂന ഖാത്തി റഹ്മിൻ, അപ്പം എന്ത് ചെയ്യും, ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടും ഖാത്തി റഹ്മിനെ കൂടാതെയാണ് ആഗ്രഹിക്കപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, കുടുംബബന്ധം മുറിക്കുന്നവൻ നമ്മളിൽ നിന്ന് എഴുന്നേറ്റ് പോകട്ടെ എന്ന്. വറവി റിവായത്തിൽപ്പെട്ടു കദാലിക ഫി ആസാറിൽ, ഇപ്രകാരം ആസാറുകളിലും റിവായത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ്, അന്ന റഹ്മത്ത, കാരുണ്യം ലാ തൻസിലു, അത് ഇറങ്ങൂല, ലാ ഖൗമിൻ, ഒരു ജനതയുടെ മേൽ, ഫീഹിം ഖാത്തി റഹ്മിൻ, അവരിലുണ്ട് കുടുംബബന്ധം മുറിച്ചവൻ. അപ്പോൾ കുടുംബബന്ധം മുറിച്ചവനുള്ള സമൂഹത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം ഇറങ്ങുകയില്ല എന്നാണ്. വാനൽ മലായിക്കത്ത, മലക്കുൽ ലാ തൻസിലു, അവർ ഇറങ്ങൂല, ലാ ഖൗമിൻ, ഒരു ജനതയുടെ മേൽ, ഫീഹിം ഖാത്തി റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവനുള്ള ജനതയുടെ മേൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങൂല്ല എന്നും ഹദീസുണ്ട്. അത് പറഞ്ഞു. വാദിന ദറജത്തിൻ ഫീ സിലത്തുർ റഹ്മി, കുടുംബബന്ധം ചേർക്കുന്നതിൻ്റെ പട്ടികയിൽ ഏറ്റവും താഴെയുള്ളത് എന്താണ്, ഹുവൽ സിലത്തു ബിസ്സലാമി മിൻ ഖിലാലിൽ ഹാത്തിഫി, ആ ടെലിഫോണിലൂടെ സലാമിനെ ചേർത്താൽ മതി, അതാണ് ഏറ്റവും ചുരുങ്ങിയത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, ബല്ലു അർഹാമക്കും വലോ ബിസ്സലാമി, നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങൾ നനക്കണം, വലോ ബിസ്സലാമി, സലാം കൊണ്ടാണെങ്കിലും ശരി. അപ്പോൾ സലാം എടുക്കുക, സലാം പറഞ്ഞേക്കുക, എടുക്കുക, വിളിച്ച് സലാം ചെല്ല. സഹീഹുൽ ജാമി അൻ ഇബ്നു അബ്ബാസിനെ തൊട്ട് റളിയല്ലാഹു അൻഹു. ഇനി 3, ഹസ്സിൻ അഖ്ലാഖക, നിന്റെ സ്വഭാവത്തെ നീ നന്നാക്കുക. അൻ അബൂദർദ, ഇനി 3ാമത്തെ കാര്യം പറഞ്ഞു, അബൂദർദാനെ തൊട്ടുണ്ട്. അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി പറഞ്ഞു, മാ മിൻ ശൈഇൻ അസ്ഖല ഫിൽ മീസാനിൽ അബ്ദിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുലുഖി, സൽസ്വഭാവത്തെക്കാൾ അന്ത്യനാളിൽ ഒരു വിശ്വാസിയുടെ, ഒരു മുഅ്മിനായ അടിമയുടെ തുലാസിലുൾ ഏറ്റവും ഭാരമായ ഒന്നുമില്ല. എന്തിനേക്കാൾ, സൽസ്വഭാവത്തെക്കാൾ. അപ്പോൾ അന്ത്യനാളിൽ ഒരു വിശ്വാസിയായ അടിമയുടെ തുലാസിലുള്ള ഏറ്റവും ഭാരമാകുന്നത് എന്താണ്, സൽസ്വഭാവമാണ്. വഇന്നല്ലാഹ യബ്ഗദുൽ ഫാഹിഷൽ ബദീഅ, അള്ളാഹു ദേഷ്യപ്പെടുന്നതാണ് ഫാഹിഷ, മോശം പ്രവർത്തിക്കുന്നവനോടുള്ള ദേഷ്യപ്പെടും. വൈദാ ഹസൻത ഖുൽഖക മഅന്നാസി, നീ ജനങ്ങളോടുകൂടി നല്ലവണ്ണം പ്രവർത്തിച്ചാൽ, നല്ല സ്വഭാവം കാണിച്ചാൽ, ഹസൽതല സവാബി സായിമിൻ നഹാരി, നീ കരസ്ഥമാക്കും പകല് നോമ്പ് നോറ്റവൻ്റെ പ്രതിഫലത്തിൻ്റെ മേലും, അൽ ഖായിമിലെ രാത്രി നിന്ന് നിസ്കരിക്കുന്നവൻ്റെ പ്രതിഫലത്തിൻ്റെ മേലും നീ കരസ്ഥമാക്കും. ഖൗലി സല്ലല്ലാഹു, നബി തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നൽ മുഅ്മിന ല യുദ്രികു ബി ഹുസ്നി ഖുലുഖിഹി ദർജത സ്വായിമിൽ ഖായിം. കണ്ടോ, നബി പറഞ്ഞില്ലേ, ഇന്നൽ മുഅ്മിന, ഒരു വിശ്വാസി, ല യുദ്രികു ബി ഹുസ്നി ഖുലുഖി, അവൻ്റെ സൽസ്വഭാവം കൊണ്ട് അവൻ എത്തിക്കുന്നതാണ്, ദർജത സ്വായിമിൽ ഖായിമി, നിന്ന് നിസ്കരിച്ചവ നോമ്പുകാരൻ്റെ പദവിയെ അവൻ എത്തിക്കുന്നതാണ്. സഹീഹാണ്. സുനൻ അബൂ ദാവൂദ് അൻ ആയിഷ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിവായത്ത് ചെയ്ത സുനൻ അബൂദാവൂദിലെ സഹീഹ ഹദീസാണിത്. ഇനി മാ മിന്നാ മിൻ അഹദിൻ ഇല്ലല്ലാഹു യുഹിബ്ബുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ, മാ മിന്നാ മിൻ അഹദ്, നമ്മൾ ഒരാളുമില്ല, ഇല്ലാ വഹുവ യുഹിബ്ബുൻ നബിയ്യ, അവൻ നബി തങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടല്ലാതെയല്ല. വമാ മിന്നാ മിൻ അഹദ് ഇല്ലാ വഹുവ ത്വായിമുൻ യകുന മിൻ അഹബ്ബിന്നാസ് ഇലൈഹി, മാമിന, നമ്മളിൽ ഒരാളുമില്ലല്ലോ, മിന്നഹദിൻ, മാമിന്ന മിന്നഹദിൻ ഇല്ലാ വഹുവ ത്വാമിൻ, അവൻ ആഗ്രഹിക്കുന്നുണ്ട്, അയ്യക്കൂന, അവനാകൽ മിൻ അഹബ്ബിന്നാസി, അയ്യക്കൂന മിൻ അഹബ്ബിന്നാസിലഹി, അവനിലേക്ക് ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകൽ.
ഒമാ മിന്ന മിൻ ഹദിനില്ലാഹു യർജു അൻ യകൂന മിൻ അഖ്റബിന്നാസി, ഒരാളുമില്ലല്ലോ അവൻ ആഗ്രഹിക്കുമോ യകൂന മിൻ അഖ്റബിന്നാസി ഇലൈഹി മജ്ലിസ് യൗമിൽ ഖിയാമ, അന്ത്യനാളിൽ സ്ഥാനം നബിയോട് സ്ഥാനം അടുത്തവനാകാൻ. വൽ വസീലത്തുലാദാലിക്ക്, അതിലേക്കുള്ള മാർഗം എന്താണ്? യഖൂലു, നബി പറയുന്നു, ഇന്നമന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, ഇന്ന എന്നിലേക്ക്, ഇലയ്യ എന്നിലേക്ക് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, ഇന്നമൻ അഹബ്ബുക്കും ഇലയ്യ വഖ്റബുക്കും ഇന്നി മജ്ലിസ്, എന്നിലൂടെ ഏറ്റവും അടുത്ത സ്ഥാനമുള്ള ആൾ യൗമുൽ ഖിയാമത്തി അന്ത്യനാളിൽ അഹ്സനുക്കും അഖ്ലാഖ, നിങ്ങൾ ഏറ്റവും സ്വഭാവം നന്നായവരാണ്. അപ്പോൾ നബി പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏറ്റവും ആഗ്രഹിക്കുന്നുണ്ടല്ലോ നബിയെ ഏറ്റവും ഇഷ്ടപ്പെടാൻ. അപ്പോൾ നബിയോടെ ഏറ്റവും അടുക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ത് ചെയ്യണം? നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു നബി പറഞ്ഞു. അഹ്സനുക്കും അഖ്ലാഖ അലി അഹാസിനുക്കും അഖ്ലാഖൻ എന്നാണ്. അപ്പോൾ 3 പറഞ്ഞു. 4-മത്തെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.